ഹലോ ഗൈസ്, നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ തലപതി വിജയ് നായകനായി വരുന്ന ജനനായകൻ എന്ന സിനിമ നമ്മുടെ ബാലയ്യയുടെ ഭഗവത് കേസരി എന്ന സിനിമയുടെ റീമേക്ക് ആണോ എന്നാണ്. എന്തായാലും സിനിമ റീമേക്ക് ആണോ എന്നുള്ളത് എന്തായാലും ഉറപ്പാണെന്ന് പറയാം. കാരണം സിനിമ റീമേക്ക് ആണെന്നുള്ളത് വളരെയധികം ശക്തമായ റൂമറാണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഭഗവത് കേസരി എന്ന സിനിമയൊക്കെ വിജയ്ക്ക് ഇഷ്ടമായി എന്നും അതുപോലെ തന്നെ സിനിമ 10ലധികം പ്രാവശ്യം കണ്ടുമെന്നാണ് സിനിമയുടെയൊക്കെ ഡയറക്ടർ, സിനിമയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ പറയുന്നത്. ഇത് സത്യമാണെന്ന് അറിയില്ല. എന്തായാലും ഈ സിനിമയുടെ പോസ്റ്ററും അതുപോലെ തന്നെ നമ്മുടെ ബാലയുടെ ഭഗത് കേസരി എന്ന സിനിമയുടെ പോസ്റ്ററിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഓൾമോസ്റ്റ് ഇതൊരു റീമേക്കാണെന്നാണ്. ചെറിയ വ്യത്യാസമെല്ലാം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ സിനിമയുടെ ഒരു സോങ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സോങ്ങിൽ നമ്മുടെ മമിത ഒരു മാലയെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു മുത്ത് പോലത്തെ ഒരു മാല. ഏകദേശം ഇതുപോലത്തെ ഒരു മാലയാണ് നമ്മുടെ ഭഗവത് കേസരി എന്ന സിനിമയിൽ നമ്മുടെ ശ്രീലയിൽ ഇട്ടിട്ടുള്ളത്. അതേ ഒരു പോലെയാണ് എന്തായാലും ഈ സിനിമയിൽ നമ്മുടെ വിജയയുടെ ഒരു മകളായിട്ടാണ് വരുന്നത്, എന്തായാലും ഉറപ്പാണ്. അതുപോലെ തന്നെയാണ് ഭഗവത് കേസരിയിലും. എന്തായാലും ഈ സിനിമ ഒരു റീമേക്ക് ആണെന്നുള്ളതാണ് തോന്നുന്നത്. റീമേക്ക് ആണെങ്കിലും സിനിമ നന്നായി വന്നാൽ മതിയെന്നാണ് പറയാനുള്ളത്. എന്തായാലും നമ്മുടെ വിജയുടെ അവസാനമായിട്ടുള്ളൊരു സിനിമയാണെന്ന് പറയാം ഈ സിനിമ. ഇത് കഴിഞ്ഞാൽ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പോകുന്നത് കാരണം ഇനി ഈ സിനിമ ചെയ്യില്ല എന്നാണ് കേൾക്കുന്നത്. എന്നാലും ഈ സിനിമ ഒരു നല്ല സിനിമയായിട്ട് എന്ന് പറയാം. റീമേക്ക് ആണെങ്കിലും പോലും സിനിമ അതുപോലെ എടുത്തു വെക്കാതെ സിനിമയിലെ നല്ലൊരു ഭാഗം മാത്രം, നല്ലൊരു കഥ മാത്രം സിനിമയിൽ എടുക്കുക, ബാക്കി കൈ നിട്ടാലും മതി. സിനിമ വേറെ ലെവലായി. എന്തായാലും സിനിമയ്ക്ക് വലിയൊരു പ്രതീക്ഷ ഉണ്ടെന്ന് പറയാം. ഈ സിനിമ നന്നാവട്ടെ എന്ന് നമുക്ക് പറയാം.